ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ട് കിളി മാറുന്ന ഒരു സിനിമ ഇതാദ്യമായിട്ടാണ്. ടൈം ലൂപ്പ് പടങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെ അധികമില്ല. എങ്കിലും ഈ അടുത്തിടയ്ക്ക് വന്ന സംഭവം ഒരു അതിമനോഹര സിനിമയാണ്. കുറെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാട്. ഈ കാട്ടിലേക്ക് അതിന്റെ അപകടങ്ങളൊന്നും മനസ്സിലാക്കാതെ കുറെ ആളുകൾ എത്തിപ്പെടുകയാണ്. പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാണുന്ന ആൾക്കാരെയൊക്കെ കിളി പറക്കും. എന്നാൽ നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ കാണുന്നതോടുകൂടി നിങ്ങളുടെ പോയ കിളികളൊക്കെ തിരികെ വരാൻ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയായിട്ട് കേട്ടിരിക്കുക. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോ കഥയിലേക്ക് പോകാം. കഥ തുടങ്ങുന്നത് 1960 കാലഘട്ടത്തിൽ ഒരു മദാമ കുറച്ച് ആളുകളെയും കൂട്ടിക്കൊണ്ട് ഒരു കാട്ടിലൂടെ നടക്കുകയാണ്. അവരുടെ കയ്യിൽ 2 ഡെഡ് ബോഡീസ് ഉണ്ട്. അതിലൊന്ന് ഒരു പെണ്ണിന്റെയും മറ്റേതൊരു ആണിന്റെയാണ്. മരണശേഷവും ഇവർ ഒരുമിച്ച് കുഴിയിൽ കിടക്കണ്ട എന്ന് പറഞ്ഞ മദാമ അവർ 2 പേരുടെയും ബോഡി 2 സ്ഥലങ്ങളിലായി കുഴിച്ചിടാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിലൊന്ന് ഈ മദാമയുടെ ഭർത്താവിന്റെ ബോഡിയാണ്. മറ്റൊന്ന് ആ ഭർത്താവിന് റിലേഷൻ ഉണ്ടായിരുന്ന ആ എസ്റ്റേറ്റിലെ ഒരു പെൺകുട്ടിയുടെയും. ഈ ഭർത്താവിന് മദാമേനെ അപേക്ഷിച്ച് വളരെ പ്രായം കുറവായിരുന്നു. എന്തായാലും അവിഹിതം കൈയോടെ പിടികൂടിയ മദാമ 2നെയും തീർത്തു. അതിനുശേഷം ആ പെണ്ണിന്റെ ബോഡി ഒരു ചതുപ്പിൽ താഴ്ത്തി. ശേഷം തിരികെ എത്തിയ മദാമ ആ ചെറുക്കന്റെ ബോഡി നോക്കുമ്പോൾ അവിടെ കാണാനില്ല. അയാൾ മരിച്ചിട്ടില്ലായിരുന്നു. അയാൾ കെട്ടക്കഴിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ മദാമ അവനെ വിടാനായിട്ട് തയ്യാറല്ല. അവരവിടെയെല്ലാം അയാളെ അന്വേഷിച്ച് നടക്കുന്നു. അയാളുടെ പേര് ജെയിംസ് എന്നാണ്. ജെയിംസ്, നീ എവിടെയാണ് എന്ന് ചോദിച്ചാണ് നടക്കുന്നത്. അങ്ങനെ നോക്കി നടന്ന ഒടുവിൽ ജെയിംസിനെ കണ്ടെത്തും. മദാമ ജെയിംസിനോട് പറയും, നീ അടുത്തേക്ക് വാ, എന്നിട്ട് നീ ആദ്യം നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ തന്ന പോലെ ഒരു ഉമ്മ എനിക്ക് തരൂ എന്ന് പറഞ്ഞ് മദാമ ഉമ്മ മേടിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് ജെയിംസ് അവിടെ കിടന്ന ഒരു കമ്പെടുത്ത് മദാമയുടെ വയറിൽ കുത്തിയിട്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ടൈറ്റിൽ ഇട്ട് ആരംഭിക്കുന്നു നമ്മുടെ ബ്രഹ്മാണ്ഡ ചലച്ചിത്രം സംഭവം. വർഷങ്ങൾക്ക് ശേഷം അതേ ചതുപ്പിൽ നിന്ന് ഒരു കൈ ഉയർന്നു വരുന്നു. അത് പണ്ടവിടെ കുഴിച്ചിട്ട് ആ സ്ത്രീയുടെ അല്ല. അയാൾക്ക് ഏതോ ഒരു പിടിവള്ളി കിട്ടി. അതിൽ പിടിച്ച അയാൾ ആ കുഴിയിൽ നിന്ന് കയറി എങ്ങോട്ടോ ഓടുന്നു. അയാളെ കൂടാതെ ആ കാട്ടിൽ ഒരു പോലീസും അലഞ്ഞു നടക്കുന്നുണ്ട്. അയാളുടെ കൂടെയുള്ള മറ്റാരെയോ തിരഞ്ഞ് അയാൾ ആ കാട്ടിലൂടെ നടക്കുകയാണ്. ഇയാളെ കൂടാതെ മറ്റൊരാള് ഒരു കയ്യിൽ കല്ലുമായി പോകുന്നുണ്ട്. അയാൾ അവിടെ കാണുന്ന മരത്തിലെല്ലാം എന്തൊക്കെയോ കൊത്തിവെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതൊന്നും പോരാത്തതിന് ഇവരെ കൂടാതെ കുറച്ച് കുട്ടികൾ അവിടെ നായാട്ടിനും വന്നിട്ടുണ്ട്. അങ്ങനെ അവരൊരു പന്നീനെ വേട്ടയാടാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ കൂടെയുള്ള ഒരാൾ ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് ആ പന്നി ഓടി രക്ഷപ്പെടും. കൂടെയുള്ളൊരു പയ്യൻ, നീ എന്ത് നോക്കി നിൽക്കുകയായിരുന്നു, വെടിവെക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് ആകെ ഈഗോ അടിക്കും. അങ്ങനെ ഇവള് നിൽക്കുന്ന സമയത്താണ് ആരോ ഓടി വരുന്നൊരു സൗണ്ട് കേൾക്കുന്നത്. പന്നിയാണെന്ന് വിചാരിച്ച് ഇവള് ഷൂട്ട് ചെയ്യും. ആ പിള്ളേർക്ക് വല്ല നാടൻ പന്നിയുടെ ഇറച്ചിയും കഴിച്ച് വീട്ടിലിരുന്നാൽ പോരായിരുന്നു. എന്തിനാണ് ഈ നായാട്ടെന്നും പറഞ്ഞിറങ്ങിയത്? ഇതിങ്ങനെ ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകില്ല, കഥ പോകെ മനസ്സിലാകും. ഇവരിത് കഴിഞ്ഞ് നോക്കി കഴിയുമ്പോൾ ആ കിടക്കുന്നത് പന്നിയല്ല, അതൊരു മനുഷ്യനാണ്. ആ ചെയറിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വന്ന ആ മനുഷ്യൻ ഈ പെണ്ണിന്റെ വെടിയേറ്റ് അവിടെ മരിച്ചു കിടക്കുന്നു. അപ്പോഴേക്കും ആകാശം മുഴുവൻ കറുത്തു. കുറെ വവ്വാലുകളൊക്കെ പറക്കുന്ന സൗണ്ട് കേൾക്കാം. പ്രകൃതി മുഴുവനായിട്ട് മാറുന്ന പോലെ. കൂടാതെ ആ മദാമയുടെ ശബ്ദവും വേറെ ആരുടെയൊക്കെയോ സൗണ്ടുകളും കേൾക്കാം. അങ്ങനെ ഇവരുടെ കാതടപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ് വരുന്നത്. ഈ ശബ്ദം താങ്ങാനാവാതെ അവരെല്ലാം ചെവി പൊത്തി നിൽക്കുന്നു. പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ശബ്ദമെല്ലാം പോയി. കണ്ണു തുറന്നു നോക്കുമ്പോൾ പോലീസുകാരനെയാണ് കാണിക്കുന്നത്. അയാൾ എങ്ങോട്ടോ ധൃതി വെച്ച് ഓടുകയാണ്. അയാൾ ഓടി ഒരു റോട്ടിലെത്തി. ഒരു വണ്ടി വരുന്ന സൗണ്ട് കേൾക്കാം. ആ സീൻ അവിടെ അവസാനിക്കുമ്പോൾ അടുത്ത സീനിൽ ഒരു ഉറക്കത്തിൽ നിന്ന് നായകൻ ഉണരുന്നു. അയാൾക്കും ഒരു ദുസ്വപ്നത്തിൽ നിന്നും ഉണർന്ന ഒരു ഫീലാണ്. കണ്ണു വീഴ്ച ചുറ്റുമെല്ലാം നോക്കുന്നു. അയാൾ ഇപ്പോൾ ഉള്ളത് ഒരു ആശുപത്രിയിലാണ്. അയാളുടെ വൈഫ് പ്രഗ്നന്റ് ആണ്. അതുകൊണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, 1 മാസം കൂടെ സമയമുണ്ടെന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് വീട്ടിലേക്ക് വിടുന്നു. എങ്കിലും ഇയാൾ ആകെ ടെൻഷനിലാണ്. വീട്ടിൽ വന്ന ശേഷം പിറ്റേ ദിവസം ഇയാൾക്ക് പുതിയതായി ട്രാൻസ്ഫർ ആയ സ്ഥലത്തേക്ക് പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഇയാൾ പോകാൻ മടിച്ചു നിൽക്കുമ്പോൾ ഭാര്യ പറയും, കുഴപ്പമൊന്നുമില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആന്റിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ പൊക്കോളാൻ പറയും. അങ്ങനെ ഇയാളെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുന്നു. കൂടാതെ ഇയാളുടെ ഒരു കൂട്ടുകാരനും ഈ വൈഫിനെ സഹായിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഇയാള് ആ പുതിയ സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിയിൽ പകുതി സ്ഥലത്തേക്ക് മാത്രമേ ബസ് സർവീസ് ഉള്ളൂ. അവിടുന്ന് ഒരു ജീപ്പിന് വേണം പോകാൻ. അങ്ങനെ ഇയാള് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു ജീപ്പിൽ കയറുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അയാൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ ഭാര്യ പ്രസവിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അയാൾക്കൊരു പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. അങ്ങനെ ഇയാൾ ഹാപ്പി ആയിട്ട് പോവുകയാണ്. എന്നാൽ ആ ജീപ്പിലിരിക്കുന്ന ഡ്രൈവർക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അയാൾ പെൺകുട്ടികളെ പറ്റി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ്. എന്നാൽ ഇത് നായകൻ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ആ കണ്ണാടിയിലൂടെ അയാളെ നോക്കുമ്പോൾ അയാളുടെ ശ്രദ്ധ മാറി തിരിച്ച് നായകനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ മുമ്പിൽ വന്ന് തട്ടി. ഇവര് ജീപ്പ് നിർത്തി പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മൾ ആദ്യ സീനിൽ കാണിച്ച ആ ഓടി വന്ന പോലീസുകാരനില്ലേ, അയാളാണത്. പെട്ടെന്ന് നമ്മുടെ നായകൻ പുറത്തിറങ്ങി വന്നിട്ട് ഇയാളെ ഹോസ്പിറ്റലാക്കാൻ വേണ്ടി പറയും. എന്നാൽ പോലീസുകാരൻ വന്നിട്ട് മതി ഇതൊക്കെ, നീ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ പോലീസാടോ, എത്രയും പെട്ടെന്ന് ഇയാളെ കൊണ്ടുപോകാൻ നോക്കാൻ പറയും. അങ്ങനെ അവരെല്ലാം കൂടി ചേർന്ന് ഇയാളെ ഹോസ്പിറ്റലാക്കുകയാണ്. അവിടെ വെച്ച് മറ്റ് പോലീസുകാരെയും അയാൾ പരിചയപ്പെടുന്നു. നമ്മുടെ നായകന്റെ പേര് ആനന്ദ് എന്നാണ്. അങ്ങനെ അവര് ക്യാൻറ്റീനിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് SI ആനന്ദിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടയ്ക്ക് വീട്ടുകാര്യങ്ങളും ചോദിക്കുന്നു. അപ്പോൾ ആനന്ദ് പറയുന്നത് ആനന്ദ് ഒരു അനാഥനാണ്. അവന്റെ വളരെ ചെറുപ്പത്തിലെ തന്നെ അവന്റെ അച്ഛൻ മരിച്ചുപോയി. വൈകാതെ തന്നെ അവന്റെ അമ്മയ്ക്കും ചെറിയ മെന്റൽ പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞ ശേഷം അമ്മയും
മരിച്ചുപോയി. ഇപ്പോൾ അവൻ ആകെയുള്ളത് ഒരു ഭാര്യയും കുറച്ചു മുമ്പുണ്ടായ ഒരു കുട്ടിയും മാത്രമാണ്. അങ്ങനെ പറയുമ്പോൾ SI പറയുന്നുണ്ട്, നീ അധികം ദിവസം ഇവിടെ നിൽക്കണ്ട, നീ ജോയിൻ ചെയ്ത ശേഷം തിരികെ പോയിക്കോളാൻ അവനോട് പറയുന്നുണ്ട്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവർക്കൊരു കോള് വരും. അത് ASI വിളിച്ചായിരുന്നു. നമ്മൾ ആ തുടക്കത്തിൽ കണ്ട ആ കാട്ടിൽ നിന്ന് തന്നെയാണ് ആ കോള് വന്നേക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ ആ കാട്ടിൽ കുറച്ച് കോളേജ് പിള്ളേര് വന്നിട്ടുണ്ട്. അവർ ഫോട്ടോ എടുക്കാനോ മറ്റോ ആയിട്ട് കാട്ടിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് പെൺപിള്ളേര് അവരുടെ കൂടെയുണ്ട്. ഇത് കണ്ട പോലീസില് റെജി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിള് ഇവരുടെ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്നു. സാധാരണ എല്ലാ കേസിലും അങ്ങനെയാണല്ലോ. ASIക്കും SIക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതരം ആ സംഭവം ആയിരിക്കുമല്ലോ ഈ കോൺസ്റ്റബിൾമാർക്കും ഡ്രൈവർമാർക്കും. അത് പറയാതിരിക്കാൻ തരവില്ല, എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. എന്തായാലും ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ. റെജി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിള് കയറി റെജി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിള് ഇവരോട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ കാര്യമെല്ലാം SI വിളിച്ചു പറയുമ്പോൾ SI അങ്ങോട്ട് തിരികെ ചെല്ലാമെന്ന് പറയുന്നു. അങ്ങനെ ഈ ASI ഈ പിള്ളേരുടെ അടുത്ത് ഒന്ന് പറയാണ്, നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, ഇപ്പൊ തന്നെ SI വരും, അത് കഴിഞ്ഞൊരു തീരുമാനം ഉണ്ടാക്കാം. എന്നാൽ ഈ പിള്ളേരും തീരെ വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല. അതിലൊരു പെങ്കൊച്ച് വീഡിയോയും എടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് റെജി ആകെ കുരുപൊട്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് ആ പെങ്കൊച്ചിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നപ്പോ അവൾ ആ ഫോൺ മാറ്റിയ തക്കത്തിന് റെജി ഇവരെ കയറി അങ്ങ് മേഞ്ഞു. അതിലൊരുത്തൻ കയറി ഓടി. അങ്ങനെ അവനെ പിടിക്കാനായിട്ട് ആ കാട്ടിലേക്ക് കയറി റെജി ഓടി. അങ്ങനെ അവനെ പിടിച്ചുകൊണ്ട് വീഴുന്നത് എന്തോ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടാണ്. അങ്ങനെ ആ പോലീസുകാരെല്ലാം കൂടെ SIനെ കാര്യം വിളിച്ചു പറയുന്നു. SI വന്ന് നോക്കിക്കഴിയുമ്പോൾ അത് നമ്മൾ ആദ്യം കണ്ട ആ വ്യക്തി തന്നെയാണ്, അതായത് ആ കുട്ടികൾ ഷൂട്ട് ചെയ്ത് കൊന്ന ആ മനുഷ്യൻ. എന്നാൽ റെജി പറയുന്നത് അത് പെരിമല സ്റ്റേഷനിലെ ഏതോ കോൺസ്റ്റബിൾ ആണ്, അതുകൊണ്ട് ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് അയാളോട് പറയുകയാണ്, അതായത് എന്ന് SIയോട് പറയാണ്. അങ്ങനെ അവർ പെരിമല സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ ആരും കോൾ എടുക്കാത്തതുകൊണ്ട് ASIയോട് വീണ്ടും ട്രൈ ചെയ്യാൻ പറഞ്ഞ് SIയും നമ്മുടെ നായകനായ ആനന്ദും പിന്നെ റെജിയും കൂടെ തിരികെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആ കുട്ടികളെ അവിടുന്ന് SI പറഞ്ഞു വിടുകയും ചെയ്യും. അവിടുന്ന് സീൻ കട്ടാകുമ്പോൾ അടുത്ത സീനിൽ വീണ്ടും അടുത്തൊരാള്, അയാളും ആ കാട്ടിനുള്ളിൽ തന്നെ പെട്ടുപോയേക്കാണ്. അയാളുടെ കാല് മുറിഞ്ഞ് അതിനുള്ളിൽ കൂടെ രക്തമെല്ലാം വന്ന് അതിനുള്ളിൽ ഒരു അട്ടയും കയറി കടിക്കുന്നു. അയാൾ ഞെട്ടി ഉണർന്ന് ആ അട്ടേനെ എടുത്തു കളഞ്ഞ് പീറ്റർ പീറ്റർ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യം ഓടിപ്പോയ ആളാകാം പീറ്റർ. എന്തായാലും ഇയാൾ ആരെയോ വിളിച്ച് നിലവിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ SIയും റെജിയും ആനന്ദും കൂടി തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്നാൽ അവർ ആ കാടിന്റെ ഭാഗം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം ആ ജീപ്പ് പിടിച്ച് വീണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ, തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളുടെ കയ്യിൽ നിന്നും ഇവർക്ക് കിട്ടിയ ആ വോക്കി ടോക്കിൽ നിന്ന് ഒരു സന്ദേശം വരികയാണ്. അത് SI ആൻസർ ചെയ്യുന്നു. അപ്പോൾ കണക്റ്റായി എന്ന് കണ്ട അവിടുന്ന് വരുന്ന മറുപടി ഇങ്ങനെയാണ്: സാർ, ഞങ്ങളൊരു ടീമായിട്ട് ഈ കാട്ടിൽ വന്നതാണ്, പക്ഷെ ഇവിടെ ഞങ്ങൾ പെട്ടുപോയി. എന്റെ കൂടെയുള്ള ആരെയും കാണാനില്ല. എന്റെ കാലിൽ വലിയ മുറിവേറ്റിട്ടുണ്ട്, രക്തവും കുറെ പോയി സാർ. ഞാൻ ഉടനെ തന്നെ മരിക്കും. അതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ SI പറയും, ഇത് ഞങ്ങൾ കേരള പോലീസാണ്. നിങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് അപകടം പറ്റി അയാളെ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്. അയാളുടെ വാക്കി ടോക്കിയാണ് ഇപ്പോൾ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത്. അതിലൂടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ കൺട്രോൾ റൂമിൽ അറിയിക്കാൻ വേണ്ടി പറയും. പക്ഷെ അയാൾക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അയാൾ വീണ്ടും വീണ്ടും അവരോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റെജിക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നില്ല. അയാള് അകത്തൊരു ക്ഷേത്രത്തിന്റെ അടുത്താണെന്ന് പറയുന്നതോടുകൂടി റെജിയുടെ കൺട്രോൾ പോകും. റെജി പറയും, അങ്ങോട്ടൊന്നും പോകണ്ട, അതൊക്കെ വലിയ റിസ്ക് ആകുമെന്ന് പറയുന്നു. എന്നാൽ SIക്കും ആനന്ദിനും അയാളെ രക്ഷിക്കണമെന്നുണ്ട്, ഒരു മാനുഷിക പരിഗണന വെച്ച്. ഇത് കൂടാതെ ആ വാക്കി ടോക്കിലൂടെ അയാൾ പറയുന്നുണ്ട്, കുറച്ചു മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു, എനിക്കൊരു ആൺകുഞ്ഞ് പിറന്നു, അവനെ കാണാൻ പോലും എനിക്ക് പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം, നിങ്ങൾ എന്നെ രക്ഷിച്ചാൽ മാത്രമാണ് എനിക്ക് അവനെ പോയി കാണാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആനന്ദിന് അത് ശരിക്കും ഫീൽ ആകുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ആനന്ദിന് ഒരു പെൺകൊച്ച് ജനിച്ചത്. പെട്ടെന്ന് ഈ സെന്റിമെന്റ്സ് എല്ലാം വിചാരിച്ച് അവര് തിരികെ ഈ കാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇനി നമ്മളെ കാണിക്കുന്നത് ഇപ്പോൾ ഈ കാട്ടിൽ കിടക്കുന്ന സ്റ്റീഫനും അയാളുടെ സംഘത്തിലുണ്ടായിരുന്ന ബാക്കി പോലീസുകാരും എങ്ങനെയാണ് ഈ കാട്ടിൽ അകപ്പെട്ടത് എന്നതാണ്. ഈ കാട്ടിലൂടെ കുറച്ച് ക്രിമിനൽസിനെയും കൊണ്ട് അവർ തങ്ങളുടെ വണ്ടിയിൽ വരികയായിരുന്നു. ആ വണ്ടിയിൽ വെച്ച് ക്രിമിനൽസ് ഇവരെ ആക്രമിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കാടിനുള്ളിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെയാണ് സ്റ്റീഫനും പീറ്ററും മുത്തുവേലും ഒക്കെ അടങ്ങുന്ന സംഘം ഈ ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടി കാടിനുള്ളിലേക്ക് കടക്കുന്നത്. പോലീസുകാർ പലരും പല ദിക്കിലേക്ക് പോയി. ഇടയ്ക്ക് മുനിസാമി എന്ന് പറയുന്ന പോലീസുകാരൻ നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട സെൽവൻ എന്ന് പറഞ്ഞ പോലീസുകാരനെ ആ ക്രിമിനൽസ് അവിടെ കെട്ടിത്തൂക്കിയിരിക്കുന്നത് കാണാം. സ്റ്റീഫനും മുത്തുവേലും മറ്റൊരു ഭാഗത്തേക്കാണ് ക്രിമിനൽസിനെ അന്വേഷിച്ചു പോയത്. മുത്തുവേലിന് ആ കാടിന് ചുറ്റും എന്തോ ഒരു അപകടം മണക്കുന്നുണ്ടായിരുന്നു. അയാൾ ചുറ്റു നോക്കിയ ശേഷം സ്റ്റീഫനോട് പറയുന്നു, എനിക്ക് പ്രേതത്തിലൊന്നും വലിയ വിശ്വാസമില്ല, പക്ഷെ ഇവിടെ എന്തോ ഉണ്ട്. കുട്ടിക്കാലം തൊട്ടേ ഈ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട് എന്ന്. ഇയാളുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ ആ മദാമയുടെ കൂടെയും നമ്മൾ ആദ്യം കണ്ടതാണ്. നിങ്ങൾ എത്ര പേര്
പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അയാൾ തുടർന്ന് പറയുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. മോശം കാലം പോയിട്ട് നല്ല കാലം വരാൻ വേണ്ടി ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി പലരും മനുഷ്യനെ ബലി കൊടുക്കാൻ തുടങ്ങി. എന്നാൽ അതിനുശേഷം ഈ കാട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടായിരുന്നു. അന്നു മുതൽ ഈ കാട്ടിൽ രക്തം വീഴുകയോ ഒരു പരിധിയിൽ കൂടുതൽ ശബ്ദം കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കാടിന്റെ സ്വഭാവം ആകെ മാറും. മുത്തുവേൽ നടന്നുകൊണ്ട് ഇത് പറഞ്ഞു തീർന്നതും അവരെത്തി നിൽക്കുന്ന സ്ഥലം ആ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. അവിടെ ഒരു പ്രതിഷ്ഠയുണ്ടായിരുന്നു. കാക്കയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു രൂപം. സ്റ്റീഫൻ മുത്തുവേലിനോട് പറയുന്നു, താൻ ഈ സൈഡിലേക്ക് പൊക്കോ, ഞാൻ മറ്റു സൈഡിലേക്ക് പോകാം. ക്രിമിനൽസ് ഒരുപക്ഷെ അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാകും. സ്റ്റീഫൻ കുറച്ച് മുന്നോട്ട് പോയതും പെട്ടെന്ന് കാക്കകൾ ബഹളം ഉണ്ടാക്കി പോകുന്ന അയാൾ ശ്രദ്ധിക്കുന്നു. ആ സമയം മുത്തുവേൽ സ്റ്റീഫനെ വിളിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. അയാളുടെ പിന്നാലെ ക്രിമിനൽസും ഉണ്ടായിരുന്നു. അയാളെ കൊല്ലാൻ വേണ്ടി അയാളെ ഇട്ട് ഓടിക്കുകയാണ്. രണ്ട് ക്രിമിനൽസും അവരെ ആക്രമിക്കാൻ തുടങ്ങിയതും സ്റ്റീഫൻ അതിലൊരു ക്രിമിനലിനെ വെടിവെക്കുന്നു. അയാളുടെ ശരീരത്തിൽ വെടിയുണ്ട തുളച്ചു കയറി രക്തം താഴോട്ട് വീഴാൻ തുടങ്ങി. വെടിയൊച്ചയുടെ ശബ്ദവും മണ്ണിലേക്ക് വീണ രക്തവും കൂടി ആയതോടെ കാടിന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. അവരുണ്ടായിരുന്ന പ്രദേശം മുഴുവൻ ഇരുട്ടാകാൻ തുടങ്ങി. എന്തൊക്കെയോ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. ശബ്ദം സഹിക്കാൻ വയ്യാതെ എല്ലാവരും ചെവിപൊത്തുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം സ്റ്റീഫൻ കണ്ണു തുറന്നതും അയാൾക്ക് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. അയാൾ ആ കാട്ടിൽ തനിച്ചായിരുന്നു. മുത്തുവേലിനെയും ക്രിമിനൽസിനെയും അവിടെ എങ്ങും കാണാനില്ല. നല്ലപോലെ മഴ പെയ്യുമ്പോഴാണ് അവർ ഈ കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വാക്കി ടോക്കിയിലൂടെ സ്റ്റീഫൻ പറയുകയാണ്, നിങ്ങൾ എവിടെ എത്തി? എന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക, എന്റെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് അശോകൻ ചോദിക്കുമ്പോൾ ഇവിടെ കുറെ മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് അയാൾ ഉള്ളതെന്ന് പറയുന്നു. അയാൾ ഇരിക്കുന്ന ആ വലിയ മരത്തിന് മുകളിലായിട്ട് കുറെ മണി പ്ലാന്റുകളുണ്ട്. അങ്ങനെ ആ അമ്പലം എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും മുന്നോട്ട് നടക്കുന്നു. അതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പീറ്ററിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജോഷിയും അശോകനും കോൾ ചെയ്യുന്നു. പീറ്ററിന് ചെറിയ രീതിയിൽ ബോധം വന്നിട്ടുണ്ട്. എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. അയാളുടെ വീട്ടുകാർ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ജോഷി പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ നടന്ന അവസാനം അമ്പലത്തിന്റെ അടുത്തെത്തി. വിചിത്രമായ ആ പ്രതിഷ്ഠയെ തന്നെയായിരുന്നു അവർ നോക്കിക്കൊണ്ട് നിന്നിരുന്നത്. വീണ്ടും സ്റ്റീഫനോട് സംസാരിക്കുന്നു. നിങ്ങൾ വീണ്ടും അമ്പലത്തിന്റെ ഏതു ഭാഗത്താണെന്ന് അശോകൻ ചോദിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിന്റെ വലതുവശത്തു കൂടി നടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ അവരോട് വഴി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ ആ വഴി നടക്കാൻ തുടങ്ങി. ശരിക്കും സ്റ്റീഫനും കൂട്ടരും പരിമല സ്റ്റേഷനിലെ പോലീസുകാരാണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ ആ സ്റ്റേഷനിലെ SIയെ കോൾ ചെയ്തിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ സ്റ്റേഷനിലെ കുറച്ച് ആൾക്കാരെ ഈ ഏരിയയിലേക്ക് പറഞ്ഞു വിട്ടുണ്ടായിരുന്നു എന്ന്. കാരണം നിങ്ങളുടെ സ്റ്റേഷനിലെ സ്റ്റീഫൻ എന്ന് പറയുന്ന പോലീസുകാരൻ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കോൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് പരിമല സ്റ്റേഷനിലെ SIയോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് ഇന്ന് ആ സ്റ്റേഷനിൽ നിന്ന് ആരും ആ കാട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ്. ഞങ്ങളുടെ സ്റ്റേഷനിലെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്ന് അയാൾ പറയുന്നു. എന്നാൽ അശോകൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ സ്റ്റേഷനിൽ ഒരാൾ തന്നെയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അയാൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ പറഞ്ഞ പ്രകാരം ഞങ്ങൾ കാടിനുള്ളിലെ അമ്പലത്തിന്റെ അടുത്തെത്തി എന്ന് പറയുന്നു. ഇത് കേട്ടതും പരിമല സ്റ്റേഷനിലെ SI പറയുകയാണ്, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്? ആ ഭാഗത്തേക്കൊന്നും പോകാനേ പാടില്ല. ആ കാട്ടിലേക്ക് കയറിയവരാരും ഇതേവരെ തിരിച്ചു വന്നിട്ടുമില്ല. ഞങ്ങളുടെ സ്റ്റേഷനിൽ ആകെ 2 SIമാരേ ഉള്ളൂ. അവർ രണ്ടുപേരും ഇന്നിവിടെയുണ്ട്. നിങ്ങൾ പറയുന്ന ആൾ ആരാണെന്നും എനിക്കറിയത്തില്ല. സ്റ്റീഫൻ ജോർജ് എന്ന് പേര് പറഞ്ഞിട്ടും ആ SIക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതോടെ അശോകനും കൂട്ടർക്കും ഒരു കൺഫ്യൂഷനായി. റജി പറയുന്നുണ്ട് ഇതെന്തോ ട്രാപ്പാണ്. ആ സ്റ്റീഫൻ ജോർജ് ചിലപ്പോൾ നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയായിരിക്കും ഈ കാട്ടിലേക്ക് വിളിപ്പിച്ചത്. എന്നാൽ ഇപ്പോഴും വാക്കി ടോക്കിലൂടെ അയാൾ കരഞ്ഞുകൊണ്ട് പറയുകയായിരുന്നു, നിങ്ങൾ എന്നെ ഒന്ന് വന്ന് രക്ഷിക്കുക, എനിക്കൊരടി പോലും നടക്കാൻ വയ്യ, കാലിന് നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവർ വീണ്ടും പരിമല സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. അയാളോട് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ വാക്കി ടോക്കിയിലൂടെ സംസാരിക്കുന്ന സ്റ്റീഫൻ ജോർജിന്റെ സൗണ്ടും ആ SIയെ കേൾപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ സ്റ്റീഫൻ ജോർജിനോട് നമ്മുടെ SI പറയുകയാണ് പരിമല സ്റ്റേഷനിലെ SI ലൈനിലുണ്ടെന്ന്. അപ്പോൾ സ്റ്റീഫൻ ഉടനെ ചോദിക്കുന്നത്, മുത്തുവേൽ നിങ്ങൾ എവിടെയാണ് എന്നാണ്. ഞാനിവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണെന്ന് അയാൾ വീണ്ടും പറയുന്നു. എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ പറഞ്ഞ് അയാൾ വീണ്ടും ബഹളം കൂട്ടുകയാണ്. മുത്തുവേൽ എന്ന പേര് കേട്ടതും സ്റ്റേഷനിലെ SI, അതായത് പരിമല സ്റ്റേഷനിലെ SI ആകെ ഞെട്ടിത്തെരിക്കുന്നു. ഏത് മുത്തുവേലിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. സ്റ്റീഫൻ വ്യക്തമായിട്ട് പറയുന്നു, സ്റ്റീഫൻ പരിമല സ്റ്റേഷനിലെ SI ആണ്. മുത്തുവേൽ പരിമല സ്റ്റേഷനിലെ SIയെയും സ്റ്റീഫനും പീറ്ററും സെൽവനും മുനിസാമിയും അടങ്ങുന്ന സംഘമാണ് ഈ കാട്ടിലേക്ക് വന്നത് രക്ഷപ്പെട്ടു പോയ ക്രിമിനലുകളെ പിടിക്കാൻ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ പരിമല സ്റ്റേഷനിലെ SI പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടുത്തെ SI ഞാനാണെന്ന്. എന്റെ പേര് മുത്തുവേൽ എന്നല്ല. മുത്തുവേൽ എന്ന് പറയുന്ന ആളുടെ പൂർണ്ണമായിട്ടുള്ള പേര് ചോദിച്ചപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട് മുത്തുവേൽ മാരിയപ്പൻ എന്നാണ്. ഇത് കേട്ടതും പരിമല സ്റ്റേഷനിലെ SI വീണ്ടും ഞെട്ടി. ആ മുത്തുവേൽ മാരിയപ്പൻ അയാളുടെ അച്ഛനാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മെയ് മാസം 26-ാം തീയതി 1994 മുത്തുവേലും പീറ്ററും സ്റ്റീഫനും ഒക്കെ ഒരു സംഘം കാട്ടിലേക്ക് പോയതാണ്. പക്ഷെ അവരാരും ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. 30 വർഷമായി അവരെ കാണാതായിട്ട്. അവർ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് SI പറയുന്നു. ഇത് മാത്രമല്ല, ആ കാട്ടിലേക്ക് പോയ ആരും ഇന്നേ വരെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്നും SI പറഞ്ഞ് ആ കോള് കട്ട് ചെയ്തു. പക്ഷെ അപ്പോഴും അശോകൻ
അശോകനും ആനന്ദിനും സംശയമായിരുന്നു. ഇയാൾ പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഇപ്പോൾ തങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീഫൻ ജോർജ് ആരാണ്? 30 വർഷം മുമ്പ് കാണാതായ ആള് ഇന്ന് അപകടത്തിൽ പെട്ടു എന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. റെജി പറയുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ റെജി അവിടെ നിന്നും തിരിച്ചു നടക്കാൻ ആരംഭിച്ചു. അശോകനെയും ആനന്ദിനെയും സംബന്ധിച്ച് തങ്ങളെ വിളിക്കുന്ന ഈ സ്റ്റീഫൻ ആരാണെന്ന് അറിയണം. അയാൾ അപകടത്തിലാണെങ്കിൽ അയാൾ രക്ഷിക്കണം. അതുകൊണ്ട് അവർ വീണ്ടും വാക്കി ടോക്കിയിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുടെ സ്ഥലം ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കാൻ ആരംഭിച്ചു. സ്റ്റീഫൻ പറഞ്ഞ പ്രകാരം ആ വലിയ മരത്തിന്റെ ചുവട്ടിലെത്തി. അയാൾ പറഞ്ഞതുപോലെ അതിന്റെ മുകളിലായിട്ട് മണി പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, ഞാൻ ഈ മരത്തിന്റെ താഴെ തന്നെയുണ്ട്. ഓടി വരുന്ന വഴിക്ക് എന്തോ തട്ടി വീണിട്ടാണ് എനിക്ക് പരിക്ക് പറ്റിയതെന്ന്. ശരിക്കും ഞാൻ ഉണർന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു പോലീസുകാരന്റെ ബോഡി ആയിരുന്നുവെന്ന്. അത് തമിഴ്നാട് പോലീസല്ല, കേരള പോലീസുകാരന്റെ യൂണിഫോമാണ് അയാൾ ഇട്ടിരിക്കുന്നതെന്ന്. അയാളുടെ പേര് MG അശോകൻ എന്നാണെന്ന് കേട്ടതും ആനന്ദ് ഞെട്ടിത്തെരിച്ചു. അശോകന്റെ യൂണിഫോമിലേക്ക് നോക്കുന്നു. അതായത് സ്റ്റീഫൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ ബോഡി ഇപ്പോ ആനന്ദിന്റെ അടുത്ത് നിൽക്കുന്ന ഈ പോലീസുകാരനായ അശോകന്റെയാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ആനന്ദിന് ഇപ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷെ മരത്തിനു ചുറ്റും അവർ നന്നായി നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കൂടി അവർ കാണുന്നുണ്ടായിരുന്നു. സ്റ്റീഫനെ തേടിയെത്തി അവർ കണ്ടത് ഒരു അസ്ഥികൂടവും അതിനടുത്തായി കിടക്കുന്ന ഒരു വാക്കി ടോക്കിയുമാണ്. നിങ്ങൾ ശരിക്കും എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നു. ഏത് ദിവസമാണ്, ഏത് വർഷമാണ് എന്ന് ആനന്ദ് വീണ്ടും സ്റ്റീഫനോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത് മെയ് 26, 1994. ഇത് കേട്ടതും അശോകും ആനന്ദും ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഇന്ന് മെയ് 26 പക്ഷെ ഒരിക്കലും 1994 അല്ല. അവരിപ്പോൾ നിൽക്കുന്നത് 2024 എന്നാൽ അവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 1994 അവിടെ വന്ന ഒരാളുമായിട്ടാണ്. നിങ്ങൾ വന്നിട്ട് എത്ര നേരമായി എന്ന് ചോദിക്കുമ്പോൾ വെറും 3 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് അയാൾ വാക്കി ടോക്കിലൂടെ പറയുന്നത്. അതായത് വ്യത്യസ്തമായ ടൈം ലൈനിലുള്ള 2 പേരാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 1994. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ജോഷി അശോകനെ വിളിച്ചിട്ട് ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. പീറ്ററിന്റെ ഫാമിലി അവിടേക്ക് വന്നു. കണ്ടാൽ 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ 2 മക്കളും. അത് അയാളുടെ അമ്മയായിരിക്കുമെന്ന് അശോകൻ പറഞ്ഞപ്പോ ജോഷി പറയുന്നത് താനും അങ്ങനെ തന്നെയാണ് ആദ്യം വിചാരിച്ചതെന്നാണ്. പക്ഷെ അവര് പറഞ്ഞത് അവർ പീറ്ററിന്റെ വൈഫ് ആണെന്നാണ്. 30 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന പീറ്ററിന് 50 വയസ്സുള്ള ഭാര്യ എങ്ങനെ വരും? എങ്ങനെ ഇത്രയും വലിയ മക്കൾ വരും? അതായിരുന്നു എല്ലാവരുടെയും കൺഫ്യൂഷൻ. എന്നാൽ അവർ ഉദ്ദേശിക്കുന്ന പീറ്റർ ആയിരിക്കില്ല ഈ പീറ്റർ എന്ന് അശോകൻ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ ആ സ്ത്രീ പറയുന്നുണ്ട് അവരുടെ ഹസ്ബൻഡ് പീറ്റർ 30 വർഷം മുമ്പ് ആ കാട്ടിൽ കാണാതായതാണെന്ന്. അതിനുശേഷം ഇപ്പോഴാണ് അയാളെ പറ്റി ഒരു വിവരം കിട്ടിയതെന്നും ഇവരെ ആള് മാറി വന്നതാണെന്ന് വിചാരിച്ച് പീറ്ററിന്റെ ID കാർഡ് ആ ഫാമിലിയെ കാണിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഇതേ ആളെ തേടി തന്നെയാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ വേണ്ടി പറയുന്നു. ആ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയപ്പോ ജോഷി ഞെട്ടിപ്പോയി. 1959 ആയിരുന്നു അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ നല്ല പ്രായം തോന്നിക്കേണ്ടതാണ്. കാരണം ഇതിപ്പോ 2024 പക്ഷെ അയാൾക്ക് 34 വയസ്സ് മാത്രമേ തോന്നിക്കുന്നുള്ളൂ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇത് പറഞ്ഞ് പീറ്ററിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജോഷി പറയുന്നുണ്ട് അയാൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരിച്ചു എന്ന്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ജോഷി ചോദിക്കുമ്പോൾ അശോകൻ ആകെ കൺഫ്യൂഷനായി. അശോകൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് റഷീദും 2 കോൺസ്റ്റബിൾ നിൽക്കുന്ന സ്ഥലമാണ്. അതായത് ആ കാടിന്റെ ഏകദേശം കുറച്ച് വെളിയിലായിട്ട്. അവിടെ ആദ്യം നമ്മൾ കണ്ട ഒരു മൃതദേഹം ഉണ്ടായിരുന്നല്ലോ, അത് പോലീസുകാർ വന്ന് പരിശോധിക്കുകയാണ്. ഫോറൻസിക്കുകാരും ഉണ്ട്. അതേസമയം അശോകനോടും ആനന്ദിനോടും വഴക്കിട്ട് കാട്ടിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന റെജിയെയും നമ്മളെ കാണിക്കുന്നുണ്ട്. അയാൾ നടന്നു പോകുന്ന ഒരു വഴിക്ക് ഒരു ഭാഗത്ത് ഒരു അസ്ഥികൂടം കാണും. അതിന് തലയോട്ടി ഒരു വള്ളിയിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. റെജി അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സീൻ വീണ്ടും ഫോറൻസിക്കാരുടെ അടുത്തേക്ക് പോവുകയാണ്. അവർ ആ മൃതദേഹം ആരുടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ആ കോൺസ്റ്റബിൾ അശോകനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് റെജി സാർ അടുത്തുണ്ടോ എന്ന്. അശോകൻ പറയുന്നു അവൻ തിരിച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. എന്നാൽ കോൺസ്റ്റബിൾ പറയുന്നത് അത് രജിസ്ട്രാറിന്റേതാണ്. ഫേസ് അതുപോലെ തന്നെയുണ്ട്. അയാളുടെ വാലറ്റ് എല്ലാം പരിശോധിച്ചപ്പോ അത് രജിസാർ തന്നെയാണെന്ന് ഉറപ്പായി. അതെങ്ങനെ സംഭവിക്കുമെന്നാണ് അശോകനും ആനന്ദും ചോദിക്കുന്നത്. കാരണം ആ മൃതദേഹം കാണുന്ന സമയത്ത് അവിടെ റെജി ഉണ്ട്. അത് പരിശോധിക്കുന്ന സമയത്തും അവിടെ റെജി ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അത് റെജിയുടെ മൃതദേഹം ആകുന്നത് എന്നായിരുന്നു അശോക് ചോദിക്കുന്നത്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ആർക്കും ഒരു ഊഹവും കിട്ടിയിട്ടില്ല. അത് റെജി തന്നെയാണെന്ന് അയാളുടെ കയ്യിലെ മോതിരം കൂടി കണ്ടപ്പോ അവർ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സമയം കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന റെജി ഒരു ചതിപ്പിൽ വീഴുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ആനന്ദിനെയും അശോകനെയും വിളിക്കുകയും ചെയ്യുന്നു. ഒരു സൈഡിൽ നിന്ന് ആനന്ദും അശോകനും റെജി രക്ഷിക്കാൻ വരുന്നു. ആ ഒരു സൈഡിലേക്ക് നോക്കി റെജി വേറെന്തോ കണ്ട് ഞെട്ടുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട റെജി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അശോകന്റെ കയ്യിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പ് കൊണ്ട് മുറിയുകയും അയാളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് താഴ്ത്തോട്ട് വീഴുകയും ചെയ്തു. അപ്പോഴേക്ക് വീണ്ടും കാടിന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. അവിടെ എല്ലാം ഇരുട്ട് പടർന്നു. അസഹനീയമായ കാതടപ്പിക്കുന്ന ശബ്ദം. എല്ലാവരും അത് കേട്ട് ചെയ്പൊത്തി. ഈ ശബ്ദമെല്ലാം ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഒന്നും അറിയാതെ അശോകൻ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് വെറുതെ മുകളിലേക്ക് വെടിവെക്കുന്നു. ആ ശബ്ദവും മണ്ണിൽ വീണ രക്തവും ഒരുമിച്ചായപ്പോൾ വീണ്ടും അവിടെ ഒരു ടൈം ലൂപ്പ് സംഭവിക്കുകയാണ്. കണ്ണടച്ചു തുറന്നതും ആനന്ദ് കാലഘട്ടം മാറി മറ്റൊരു കാലഘട്ടത്തെത്തി. അതായത് 1960. മദാമ തന്നെ ചതിച്ച ഭർത്താവായ ആ പയ്യനെ കൊല്ലാൻ വേണ്ടി അയാളെ പിന്തുടർന്ന് ഓടിച്ചു പോകുന്നില്ലേ, ആ ഒരു രാത്രിയിലേക്കാണ് ആനന്ദ് എത്തുന്നത്. മദാമേനെ കണ്ട് പേടിച്ച് ആനന്ദ് നിൽക്കുമ്പോൾ അയാളുടെ പിന്നിലായിട്ട് തലയറ്റ ജെയിംസിന്റെ ശരീരം
ശരീരവും നിൽപ്പുണ്ടായിരുന്നു. മദാമ പെട്ടെന്ന് തോക്കെടുത്ത് വെടിവെക്കാൻ ശ്രമിക്കുന്നതും ആ ശബ്ദം ഭൂമിയിലേക്ക് വീണതും ജെയിംസിന്റെ രക്തവും ആ ഭൂമിയിൽ പതിച്ചതും വീണ്ടും ടൈം ലൂപ്പ് സംഭവിക്കുകയാണ്. ആനന്ദ് വീണ്ടും മറ്റൊരു കാലഘട്ടത്തിലേക്ക് എത്തി. അവൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പെൺകുട്ടി അടുത്തിരുന്ന് കരയുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് തന്റെ അനിയനെ കാണാനില്ലെന്നും അവൻ ഈ കാട്ടിൽ വെച്ച് മിസ്സായി എന്നും താൻ അവന്റെ പിറകെ വന്നതാണെന്നും അവൾ പറയുന്നു. ആ കൊച്ചിനോട് അവിടെ തന്നെ ഇരിക്കെ അനിയനെ അവൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ആനന്ദ് അവിടുന്ന് പോകും. കുറച്ചുകൂടെ മുന്നോട്ട് പോയ ആനന്ദ് കാണുന്നത് അശോകിന്റെ മൃതദേഹമാണ്. ആ സമയത്താണ് അവന് വാക്കി ടോക്കിലൂടെ സ്റ്റീഫൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. സ്റ്റീഫൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ഓടുന്ന വഴിക്ക് MG അശോകൻ എന്ന് പറയുന്ന കേരള പോലീസുകാരന്റെ ഡെഡ് ബോഡി തട്ടിയിട്ടാണ് വീണതെന്നും പരിക്ക് പറ്റിയതെന്നും. അങ്ങനെ സ്റ്റീഫൻ അപകടം പറ്റുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്തേക്കാണ് ആനന്ദ് എത്തിയിരിക്കുന്നത്. കഴുത്ത് ഞെരിച്ചാണ് അശോകൻ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ആനന്ദ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആനന്ദിനെ പോലെ തന്നെ ഈ ടൈം ലൂപ്പിൽ പെട്ടുകിടക്കുന്ന ക്രിമിനൽസ് ആനന്ദിനെ ആക്രമിക്കാൻ വരുന്നു. അവരെ സംബന്ധിച്ച് ഇവരെല്ലാം പോലീസുകാരാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അശോകനെ കൊന്നതും ഇവന്മാര് തന്നെയായിരിക്കും. ക്രിമിനൽസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആനന്ദ് അവിടെ നിന്ന് ഓടുന്നു. ആ സമയത്താണ് ആ കാട്ടിൽ സ്റ്റീഫനും പീറ്ററും മറ്റു പോലീസുകാരും ഉൾപ്പെട്ട സംഘം ക്രിമിനൽസിനെ അന്വേഷിച്ച് നടക്കുന്നത്. പീറ്റർ എന്ന് പറയുന്ന പോലീസുകാരനെ ക്രിമിനൽസ് കൈയോടെ പിടിക്കുകയും അവനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് പേടിച്ച ആനന്ദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആനന്ദ് എത്തുന്നത് സ്റ്റീഫന്റെ മുന്നിലേക്കാണ്. ആനന്ദ് പെട്ടെന്ന് പറയുന്നുണ്ട് ഞാൻ കേരള പോലീസാണ്. സാൻ പരിമല സ്റ്റേഷനിലെ SI സ്റ്റീഫൻ ജോർജ് ആണ്. ആ സമയം ആനന്ദിന് മനസ്സിലാക്കി വാക്കി ടോക്കിലൂടെ അവനോട് സംസാരിച്ച അതേ സ്റ്റീഫൻ ജോർജ് തന്നെയാണ്. ഇന്നത്തെ ഡേറ്റ് എത്രയാണെന്ന് ആനന്ദ് ചോദിച്ചത് അയാൾ പറയുന്നത് മെയ് 26, 1994 എന്നാണ്. ആനന്ദിന് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി. അയാൾ ടൈം ലൂപ്പിൽ അകപ്പെട്ടിപ്പോൾ 1994 എത്തിയിരിക്കുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതും മുത്തുവേലിന്റെ ബഹളം കേൾക്കുന്നു. ക്രിമിനൽസ് മുത്തുവേലിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. സ്റ്റീഫൻ അവിടേക്ക് ഓടിപ്പോയി. ആനന്ദ് അയാളുടെ പിന്നാലെ. മുത്തുവേൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലുണ്ടായിരുന്ന ഒരു ക്രിമിനലിന്റെ നേരെ സ്റ്റീഫൻ വെടിവെക്കുന്നു. ആ ശബ്ദവും രക്തവും കൊണ്ട് വീണ്ടും ആ കാടിന്റെ സ്വഭാവം മാറുകയും അവിടെ വലിയ ശബ്ദങ്ങൾ കേൾക്കുകയും അതോടെ അടുത്ത ടൈം ലൂപ്പ് വീണ്ടും ആരംഭിക്കുകയാണ്. ആ ഇരുട്ട് മാറി വെളിച്ചം വീഴുമ്പോഴേക്കും ആനന്ദ് വേറെ ഏതോ കാലഘട്ടത്തായിരുന്നു. ചുറ്റും സ്റ്റീഫനോ മുത്തുവേലോ ക്രിമിനൽസോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആനന്ദ് നോക്കുമ്പോൾ കാണുന്നത് തുടക്കത്തിൽ നമ്മളെ കാണിച്ച മരത്തിൽ എന്തോ കൊത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളില്ലേ, അയാളെയാണ്. അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് ആനന്ദ് വീക്ഷിക്കുന്നു. അയാള് വൃത്താകൃതിയിലുള്ള ഒരു മാപ്പ് പോലെ മരത്തിലെല്ലാം കൊത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ചെയ്യുന്ന ആനന്ദ് മാത്രമല്ല മറ്റൊരാൾ കൂടി അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അതാ പോലീസുകാരൻ പീറ്റർ ആയിരുന്നു. ഈ ടൈം ലൂപ്പ് സംഭവിക്കുമ്പോൾ ഓരോരുത്തരും പല പല ടൈം ലൈനിലേക്ക് പോകുന്നുണ്ട്. ഈ രണ്ടുപേരും തന്നെ നോക്കുന്നത് കണ്ടിട്ട് അയാൾ തിരിഞ്ഞു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരൊക്കെയാണ്. അടുത്ത നിമിഷം എവിടെയോ വെടിവെച്ച കേട്ടു. വീണ്ടും കാടിന്റെ സ്വഭാവം മാറി. അടുത്ത ടൈം ലൂപ്പ് ആരംഭിച്ചു. ആനന്ദ് വീണ്ടും എത്തുന്നത് 1960 കാലഘട്ടത്താണ്. മദാമ ജെയിംസിനെ കൊല്ലാൻ വേണ്ടി കാട്ടിൽ തിരഞ്ഞു നടക്കും. ജെയിംസ് മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പുള്ള സമയത്തേക്കാണ് ഇപ്പോൾ ആനന്ദ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജെയിംസിനെ ആനന്ദ് അവിടെ വെച്ച് കാണുകയും ചെയ്തു. കൊല്ലാൻ വന്ന മദാമയെ ജെയിംസ് കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു കമ്പ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. പക്ഷെ അവിടെ നിന്ന് ജെയിംസിന് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയില്ല. മദാമയുടെ ആളുകൾ അവന്റെ തലയർത്തു. അവന്റെ നേരെ വെടിവെക്കുകയും ചെയ്തു. ആ വെടിവെച്ചയും അവന്റെ രക്തവും വീണതോടുകൂടി വീണ്ടും ലൂപ്പ് സംഭവിക്കുന്നു. ആനന്ദ് വീണ്ടും തിരിച്ചെത്തുന്നത് ആ മരത്തിൽ പടം വരച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്തേക്കാണ്. അയാൾ ആനന്ദിനോട് പറയുന്നു സാറിന് ഇപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടെന്നറിയാം. പക്ഷെ സാറ് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രേതങ്ങളൊന്നുമില്ല. നിങ്ങൾ ആരാണെന്ന് ആനന്ദ് ചോദിക്കുന്നതും അയാൾ പറയുകയാണ് ഞാൻ ആരാണെന്നും ഇവിടെ എന്താണ് നടക്കുന്നതെന്നും ഒക്കെ ഞാൻ പറയാം. നിങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു വലിയ വിഗ്രഹം കണ്ടോ? കാക്കയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു വലിയ വിഗ്രഹം. പക്ഷെ എന്നാൽ ഈ കാട്ടിൽ എവിടെയെങ്കിലും ഒരു കാക്കയെങ്കിലും നിങ്ങൾ കണ്ടോ? ഈ കാട്ടിൽ കാക്കകളില്ല. ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. ഇതിന്റെ എല്ലാം തുടക്കം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പറങ്കികൾ ഇങ്ങോട്ട് വന്നു തുടങ്ങിയ കാലത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അന്ന് ഈ കാക്കയുടെ തലയും മനുഷ്യന്റെ രൂപമുള്ള വിഗ്രഹം വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഈ കാട്ടിലെ കുറച്ച് ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു. കാക്കകൾ ദൈവത്തിന്റെ പ്രതീകമായിട്ടാണ് അവർ കണ്ടത്. അവർക്ക് നല്ല കാലം വരാനായി അവരെല്ലാവരും ഈ വിഗ്രഹത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടേയിരുന്നു. ഗർഭിണികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്താൽ അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നല്ല കാലം വരുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പറങ്കികളുടെ വരവോടുകൂടി ലൂഡ് ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരാൾ ഈ ഭാഗത്തേക്ക് വന്നു. അയാൾ ഒരു നിരീശ്വരവാദിയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ അമ്പലങ്ങൾ തകർക്കുകയും വിഗ്രഹങ്ങളെയെല്ലാം അയാളുടെ നാട്ടിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. അയാളെ മാത്രമേ എല്ലാവരും ആരാധിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു അയാൾ ജനങ്ങളോട് പറഞ്ഞത്. കാട്ടിലെ വിഗ്രഹങ്ങളെല്ലാം കയറ്റി അയച്ചെങ്കിലും ഈ കാടിന്റെ ഉള്ളിലെ ഈ പ്രത്യേക ഗോത്രവർഗ്ഗക്കാരെ അയാൾ കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ ഈ വലിയ വിഗ്രഹമുള്ള കാര്യവും അയാൾക്കറിയില്ലായിരുന്നു. ഒരു ദിവസം അയാളോട് ഇതാരോ പറഞ്ഞു. അങ്ങനെ ഇതറിഞ്ഞ ഗബ്രിയേൽ ഈ കാട്ടിലേക്ക് വന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ആക്രമിച്ച ശേഷം ഈ വിഗ്രഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ വിഗ്രഹം അവിടെ നിന്ന് അനങ്ങിയതേയില്ല. വിഗ്രഹം കൊണ്ടുപോകാൻ പറ്റാത്ത ദേഷ്യത്തിൽ ആ ഗോത്രവർഗ്ഗക്കാരെ മുഴുവൻ ഗബ്രിയേൽ കൊന്നൊടുക്കി. എന്നിട്ടും പക തീരാത്ത കാരണം ആ കാട്ടിലുണ്ടായിരുന്ന കാക്കകളെ മുഴുവൻ അയാൾ ചുട്ടുകൊന്നു. പക്ഷെ പിന്നീട് ഗബ്രിയേലിനോ അയാളുടെ സംഘത്തിനോ ഈ കാട്ടിൽ നിന്ന് തിരിച്ചു പുറത്തേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. ഏകദേശം 1 മണിക്കൂർ മാത്രം സഞ്ചരിച്ചാണ് അവർ കാട്ടിലേക്ക് വന്നത്. എന്നാൽ ഈ കാട്ടിൽ നിന്ന് ഒരാഴ്ചയോ വർഷങ്ങളോ ആയിട്ടും അവർക്ക് തിരിച്ചു പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവരെല്ലാം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ആ വലിയ സൗണ്ടുകളും ആ വലിയ ശബ്ദങ്ങളും ഗോത്രവർഗ്ഗക്കാരുടെ ചോരയും വീണതോടുകൂടി സ്വാതീക ഭാവത്തിൽ ഉണ്ടായിരുന്ന ആ മൂർത്തി ഉഗ്രഗോപിയായി മാറി. അതിന് കാലത്തിനെ പോലെ നിയന്ത്രിക്കാനുള്ള
ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗബ്രിയേലിനോ അയാളുടെ കൂട്ടർക്കോ ഇവിടെ നിന്നും പുറത്തു കടക്കാൻ പറ്റാതിരുന്നത്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നീട് ഓരോ തവണ ഈ മണ്ണിൽ ബ്ലഡ് വീണാലും അളവിലധികം സൗണ്ട് കേട്ടാലും ഇവിടുത്തെ സമയത്തിന്റെ ഗതി മാറും. നിങ്ങൾ ഈ കാട്ടിൽ കണ്ടവരും കേട്ടവരും ആരും ഒന്നും മരിച്ചവരല്ല. പല സമയത്തായിട്ട് ഈ കാട്ടിനുള്ളിൽ പെട്ടുപോയവരാണ്. അവരിപ്പോഴും പുറത്തിറങ്ങാൻ പറ്റാതെ ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഈ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആനന്ദിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. താൻ കണ്ട ഓരോരുത്തരും പല പല സമയത്തും പല പല കാലഘട്ടങ്ങളിലും ഇവിടെ പെട്ടുപോയവരാണ്. ആ മദാമയും ജെയിംസും മുത്തുവേലും പീറ്ററും മുനിസാമിയും അശോകനും ആ കൊച്ചു പെൺകുട്ടിയും സ്റ്റീഫനും ആനന്ദിനോട് ഇപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാളും എല്ലാം തന്നെ ഈ ലൂപ്പിൽ പെട്ടുകിടക്കുന്നവരാണ്. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാമെന്ന് ആനന്ദ് അയാളോട് ചോദിച്ചു. അപ്പൊ അയാൾ പറയുന്നത് ഈ ഊരുമക്കളെ എല്ലാം ചതിച്ച് ഇവിടുത്തെ ഈ വിഗ്രഹത്തെ പറ്റിയും അവരുടെ ആരാധനയെ പറ്റിയും എല്ലാം ആ ഗബ്രിയേൽ പോർച്ചുഗീസുകാരനെ അറിയിച്ചത് താനാണ്. ആ പോർച്ചുഗീസുകാരുടെ ചാരനായിരുന്നു ഇയാൾ അന്ന് ചെയ്ത ആ തെറ്റ് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഈ സമയം ചതുപ്പിൽ കിടന്ന് തന്നെ രക്ഷിക്കാൻ വിളിച്ചു പോകുന്ന റെജിയുടെ സൗണ്ട് ആനന്ദ് കേൾക്കുന്നുണ്ടായിരുന്നു. ആനന്ദ് അവിടേക്ക് ഓടിപ്പോകാൻ തുടങ്ങിയതും ഈ ചാരനായിട്ടുള്ള ആള് ആനന്ദിനോട് പറയുകയാണ്, ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു കടക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇതിനെല്ലാം കാരണമായ ആ സംഭവം നടക്കാൻ പാടില്ല, അത് തടുക്കണം. ആനന്ദ് അവിടെ നിന്നും റെജി നിലവിളിക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഒരു മരത്തിന്റെ മറവിൽ നിന്ന് ആനന്ദ് നോക്കിയതും റെജി ചതുപ്പിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. റെജി ഒരു തവണ ആനന്ദിനെ നോക്കി. ഇതേ സമയം റെജി ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ആനന്ദും അശോകനും അവൻ രക്ഷിക്കാൻ വേണ്ടി വരുന്നതാണ് കാണുന്നത്. ഈ സീൻ മുമ്പ് കാണിച്ചപ്പോ റെജി രണ്ട് സൈഡിലേക്കും ഡൗട്ടോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നു. ഇത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം ഒരേ സമയം റെജി രണ്ട് ആനന്ദുമാരെ കാണുന്നുണ്ടായിരുന്നു, വ്യത്യസ്തമായ ടൈം ലൂപ്പിൽ നിന്ന് വന്നവരെ. എന്താണെങ്കിലും അശോകനും ആനന്ദും അവിടെ റെജിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അശോകന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വീഴുന്നതും അശോകൻ ഷൂട്ട് ചെയ്യുന്നതും ഇതെല്ലാം കഴിഞ്ഞോടെ ടൈം ലൂപ്പ് വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. ഈ സീനെല്ലാം കണ്ടുകൊണ്ട് ഈ ലൂപ്പിലൂടെ നടന്നു വരുന്ന റിയൽ ആനന്ദ് ചെവി പൊത്തി നിൽക്കുകയാണ്. കാടിന്റെ മട്ടും ഭാവവും എല്ലാം മാറി അടുത്ത ലൂപ്പിലേക്ക് അവൻ വീണ്ടും വന്നു. വീണ്ടും 1960 കാലഘട്ടത്തിലെത്തി. എന്താണെങ്കിലും കാടിന്റെ മട്ടും ഭാവവും മാറി അടുത്ത ലൂപ്പിലേക്ക് അവൻ കടന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും 1960 കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് അവന് വീണ്ടും തിരിച്ച് അവന്റെ സ്വന്തം കാലഘട്ടത്തിലേക്ക് എത്തിയേ പറ്റൂ. അതിന് അയാൾ പറഞ്ഞ പോലെ അവിടെ ബ്ലഡ് വീഴണം, ഉച്ചത്തിൽ സൗണ്ട് കേൾക്കണം, എന്നാലേ അടുത്ത ലൂപ്പ് സംഭവിക്കും. അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി, വിളിച്ചു കൂവി. അവിടെ കിടന്ന ഒരു ചെറിയ മുള്ളെടുത്ത് സ്വന്തം കൈ തന്നെ മുറിച്ച് ബ്ലഡ് താഴെ വീഴ്ത്തി. ആ സീൻ കട്ടായി നമ്മളെ കാണിക്കുന്നത് ആ ചെറിയ പെൺകുട്ടി എങ്ങനെയാണ് കാട്ടിലേക്ക് വന്നത് എന്നാണ്. അവളും അവളുടെ അനിയനും കൂടി റോഡ് സൈഡിലൂടെ നടന്നു വരികയായിരുന്നു. അവിടാണ് ആ കാടിനുള്ളിൽ ഒരു കുതിര നിൽക്കുന്നത് അവളുടെ അനിയൻ കാണുന്നത്. ആ കുതിര ലക്ഷ്യമാക്കി ഓടുകയായിരുന്ന അവളുടെ അനിയൻ കുറെ മുൻപോട്ട് പോയി. അങ്ങനെ അവളുടെ അനിയന്റെ പുറകെ അവളും ഓടി. ആ സമയം ചതുപ്പിൽ വീണ റെജി സ്വയം കയറി വരുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിക്ക് രണ്ട് കുട്ടികളെ കാണുന്നു. പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ അനിയൻ റെജിയെ കണ്ട് പേടിച്ചോടി. പക്ഷെ റെജി ആ കുട്ടിയെ ചേച്ചി എന്ന് വിളിക്കുകയായിരുന്നു. അതായത് ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഓടിപ്പോയ കുട്ടി റെജി തന്നെയാണ്. അവൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഈ കാട്ടിൽ അകപ്പെട്ടിട്ടുണ്ട്. തന്റെ അനിയനെ തേടിയാണ് ഈ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു വന്നത് എന്നാൽ പെൺകുട്ടി പറഞ്ഞില്ലേ ആനന്ദിനോട്. അന്ന് അവൾ പറഞ്ഞ ആ അനിയൻ ഈ റെജി തന്നെയായിരുന്നു. പക്ഷെ കൊച്ചു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ മുമ്പിൽ നിൽക്കുന്നത് വളർന്നു വലുതായ തന്റെ അനിയനാണെന്നും അവൾക്കറിയില്ലല്ലോ. അത് കാരണം ആ രൂപം കണ്ട് അവൾ പേടിച്ചോടാൻ തുടങ്ങി. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് റെജി ആ പെൺകുട്ടിയുടെ പിറകെ ഓടുകയാണ്. പെട്ടെന്ന് അവൻ കാൽ വഴുതി വീണു. റെജി ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റീഫനും പീറ്ററും മറ്റു പോലീസുകാരും എല്ലാം ആ ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടി കാട്ടിലേക്ക് വന്ന ഒരു കാലഘട്ടമില്ലേ, അവിടേക്കാണ്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മുത്തുവേലിനെ ആക്രമിക്കാൻ വന്ന ക്രിമിനൽസ് അവരാക്രമിക്കുമ്പോൾ സ്റ്റീഫൻ ഷൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കേൾക്കാം. സൗണ്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ലൂപ്പിലേക്ക് പോകും. ഇപ്പോൾ റെജി അടുത്ത കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. റെജി ഇപ്പോൾ ചുറ്റും നോക്കുമ്പോൾ ചേച്ചി എന്ന് വിളിച്ച് അവൻ പുറകെ ഓടി ആ പെൺകുട്ടിയെ കാണാനില്ല. ഇതേസമയം റെജി എത്തി ആ കാലഘട്ടത്തിലേക്ക് തന്നെ ആനന്ദ് വരികയാണ്. ആനന്ദിനെ റെജി കാണുന്നുണ്ട്. റെജി തന്റെ ചേച്ചി എവിടെയാണെന്ന് അന്വേഷിച്ച് കാടിലൂടെ ഓടുകയാണ്. ആനന്ദ് റെജിയുടെ പിന്നാലെ ഓടുന്നുണ്ട്. റെജിയുടെ പേര് ഉറക്കെ വിളിച്ചിട്ടും റെജി ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഓടിപ്പോകുന്ന റെജി എന്ന് പെടുന്നത് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ വേട്ടക്കാരുടെ രംഗത്തേക്കാണ്, അതായത് ആ കുട്ടികളുടെ. അതിൽ ആ പെൺകുട്ടി ഉന്നം വെച്ച് പന്നിയെ കിട്ടാത്തത് കൊണ്ട് സൈഡിലൂടെ എന്തോ വരുന്നത് അവളുടെ ചെവിയിൽ കേട്ടതും പെട്ടെന്ന് വെടിവെക്കുകയായിരുന്നു. അങ്ങനെ അവളുടെ തോക്കിലെ വെടിയുണ്ട കൊണ്ട് റെജി താഴത്തേക്ക് വീഴുകയും ചെയ്യുന്നു. റെജിയുടെ പിന്നാലെ വന്ന ആനന്ദും ഇത് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ശരിക്കും ആനന്ദും റെജിയും പെൺകുട്ടിയും കൂട്ടുകാരും ഈ ഫോറസ്റ്റിൽ കയറി ഒരു കാലഘട്ടത്തേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ പെൺകുട്ടി റെജിയെ വെടിവെക്കുകയും അവന്റെ രക്തം ഈ മണ്ണിൽ വീഴുകയും ആ വലിയ ശബ്ദം കേൾക്കുകയും ചെയ്തതും അവിടെ വീണ്ടും ടൈം ലൂപ്പ് സംഭവിക്കുകയാണ്. ആനന്ദ് വീണ്ടും ടൈം ലൂപ്പിൽ അകപ്പെട്ട് അടുത്ത കാലഘട്ടത്തിലേക്ക് എത്തുന്നു. അവൻ വീണ്ടും എത്തുന്നത് 1994ലേക്കാണ്. ചുറ്റും നോക്കുമ്പോൾ അവൻ കാണുന്നത് ആ ക്രിമിനൽസ് പീറ്ററിനെ ഉപദ്രവിക്കുന്നതാണ്. അതുകൊണ്ട് ആനന്ദ് ഈ പ്രാവശ്യം പോയി പീറ്ററിനെ രക്ഷിക്കുന്നു. പീറ്ററിന്റെ കയ്യിലെ തോക്ക് വാങ്ങി ക്രിമിനൽസിന്റെ നേരെ ചൂണ്ടിയതും അവരെല്ലാം ഓടിപ്പോകും. ഇതിനിടെ ആനന്ദ് ലൂപ്പിൽ അകപ്പെട്ട് ഓരോ കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴും താൻ ലൂപ്പിൽ അകപ്പെട്ട കാര്യങ്ങളും സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ച് ഇതൊന്നും ഓർമ്മയേ ഇല്ല. ആനന്ദ് പീറ്ററിനോട് പറയുന്നു, ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പിന്നീട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കേട്ടോണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവൂലേ, എന്ത് ചെയ്യാനാ ഇവന്മാരിങ്ങനെയാണ് പടം എടുത്തു വെച്ചേക്കുന്നത്. ആനന്ദ് വീണ്ടും പറയുകയാണ്, പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ വെടിവെക്കാനോ രക്തം ഇവിടെ വീടാനോ പാടില്ല. ആനന്ദ് ഇത് പറഞ്ഞ് മുന്നോട്ട് നടന്നതും സ്റ്റീഫനെ കാണുന്നുണ്ട്.
സ്റ്റീഫൻ ക്രിമിനലിനെ തേടി നടക്കുകയായിരുന്നു. ആനന്ദ് വീണ്ടും സ്റ്റീഫനോട് പറയുന്നുണ്ട്, ഞാൻ കേരള പോലീസ് ആണ് എന്ന്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാട് വിട്ട് പുറത്തു പോയെങ്കിലേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കാനും അവരെ വിളിക്കാനും പറ്റത്തുള്ളൂ. പക്ഷേ ഈ ക്രിമിനൽസിനെ പിടിക്കാതെ പുറത്തേക്ക് പോകുന്നത് വലിയ പ്രശ്നമുണ്ടാകുമെന്ന് അയാൾ പറയുന്നു. ക്രിമിനൽസിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ആനന്ദ് പറയുന്നത്. എത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ കേൾക്കാത്തത് കൊണ്ട് ആനന്ദ് അയാളോട് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ പോയില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെയും ഇന്ന് നിങ്ങൾക്ക് ജനിച്ച കുട്ടിയെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്ന്. ഇത് കേട്ടതോടെ സ്റ്റീഫൻ ഞെട്ടിത്തെറിച്ച് ആനന്ദിനോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന്. ഇവർ ഈ കാട്ടിലേക്ക് കയറാൻ തന്നെ കാരണം ഈ സ്റ്റീഫൻ ഇവരെ വാക്കി ടോക്കിയിലൂടെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ്. ആ സമയം അയാൾ പറയുന്നുണ്ടായിരുന്നു, അയാളുടെ ഭാര്യ ഇന്ന് പ്രസവിച്ചിട്ടുണ്ട്, ആ കുഞ്ഞിനെയും ഭാര്യയെയും കാണണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ. കൂടാതെ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി ആനന്ദ് പറയുകയാണ്, എന്റെ അച്ഛൻ ഞാൻ ജനിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തെയും കാണാതായതാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്റെ അച്ഛൻ പ്രണയിച്ച് വിവാഹം കഴിച്ചത് സേതുലക്ഷ്മി എന്ന് പറയുന്ന മലയാളിയായ ഒരു സ്ത്രീയാണ്. എന്റെ അച്ഛന്റെ പേര് സ്റ്റീഫൻ ജോർജ് എന്നാണ്. ഇത് കേട്ടതോടെ ഈ സ്റ്റീഫൻ ഞെട്ടി. അതായത് ആനന്ദ് പറഞ്ഞു വരുന്നത് സ്റ്റീഫന്റെ മകൻ ആനന്ദാണ് എന്നതാണ്. തന്റെ കയ്യിലുണ്ടായിരുന്ന ID കാർഡ് എടുത്ത് അവൻ കാണിക്കുന്നു. മെയ് 26, 1994 അവൻ ജനിച്ചത്. എന്റെ അച്ഛനെ ഞാൻ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതാണെന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ ജോർജിനെ അയാളുടെ തന്നെ ഫോട്ടോ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആനന്ദും സ്റ്റീഫനും ഇപ്പോൾ നിൽക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മെയ് 26, 1994 ഇന്നേ ദിവസമാണ് അയാൾക്ക് ആനന്ദ് ജനിക്കുന്നത്. ഭാവിയിൽ നിന്ന് വന്ന തന്റെ മകൻ തന്നോട് ഇതെല്ലാം പറയുമ്പോൾ സ്റ്റീഫന് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ വവ്വാലുകളെല്ലാം കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഇനി അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നതെന്നും ആനന്ദിന് അറിയാം. കാരണം അവൻ ഈ ലൂപ്പിലൂടെ കുറെ തവണയായിട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനെ ആ ക്രിമിനൽസ് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോവുകയാണ്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി രക്ഷിക്കാം. ഇത് പറഞ്ഞതും സ്റ്റീഫൻ അങ്ങോട്ടേക്ക് ഓടിപ്പോകും. അയാളുടെ പിറകെ ആനന്ദ് ഓടുന്നുണ്ട്. ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റൊരു ലൂപ്പിൽ നിന്ന് വന്ന ആനന്ദ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റീഫനും നമ്മുടെ ആനന്ദ് മുത്തുവേൽ രക്ഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആനന്ദ് പ്രത്യേകം സ്റ്റീഫനോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും വെടിവെക്കാൻ പാടില്ല എന്നും ഇവിടെ രക്തം വീഴാൻ പാടില്ല എന്നും. അതുകൊണ്ട് മുത്തുവേലിനെ രക്ഷിക്കുന്നതല്ലാതെ അവർ ക്രിമിനൽസിനെ ഒന്നും ചെയ്യുന്നില്ല. ഇവന്മാർ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പിടിക്കാമെന്നാണ് ആനന്ദ് പറയുന്നത്. പക്ഷേ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴി കണ്ടെത്തണം. അങ്ങനെ സ്റ്റീഫൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം കൂടി വിളിക്കുന്നുണ്ട്. പീറ്ററിനെ വാക്കി ടോക്കിയിലൂടെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പീറ്ററിന്റെ കൂടെ മുനുസാമിയും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഈ ആനന്ദിന്റെ കൂടെ ഈ 4 പേരും കാട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആനന്ദ് അടങ്ങുന്ന ആ സംഘം വീണ്ടും തിരിച്ച് ആ വിഗ്രഹത്തിന്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് എങ്ങോട്ട് പോയാലും റോഡിലേക്ക് എത്താമെന്നാണ് മുത്തുവേലി പറയുന്നത്. അങ്ങനെ അവർ അവിടെ നിന്ന് നേരെ നടക്കാൻ തുടങ്ങി. പക്ഷെ ഓരോ തവണ നടക്കുമ്പോഴും കറങ്ങിത്തിരിഞ്ഞ് വിഗ്രഹത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ടാണ് അവർ വന്നുകൊണ്ടിരുന്നത്. അവർ നേർവഴിയെ നടക്കുമ്പോൾ ഈ വിഗ്രഹത്തെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് പുറത്തേക്ക് കടക്കാൻ വേണ്ടി കഴിയുന്നില്ല. വീണ്ടും വീണ്ടും ആ വിഗ്രഹത്തിന് മുമ്പിലെത്തുന്നു. ഒടുവിൽ 5 പേരും പല ദിക്കിലേക്ക് പോയെങ്കിലും അവർ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഈ വിഗ്രഹത്തിന്റെ അടുത്ത് തന്നെയാണ് എത്തുന്നത്. അപ്പോഴാണ് ആനന്ദിന് ചാരനായിട്ടുള്ള ആള് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. അയാൾ മരത്തിൽ ഒരു ചിഹ്നം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകും. ആനന്ദ് കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ അവന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗോത്രവർഗ്ഗക്കാര് ഈ വിഗ്രഹത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് അവരുടെ ഒരു ആചാരമായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ഈ വിഗ്രഹത്തെ ചുറ്റിക്കൊണ്ടിരുന്നാൽ ഒരുപക്ഷെ ഈ കാടിന്റെ പുറത്തേക്ക് കടക്കാൻ കഴിയും. കാരണം ഇത്രയും നേരം അവർ വിഗ്രഹത്തിന്റെ അടുത്ത് നിന്ന് നേർദിശയിലേക്ക് നടന്നപ്പോൾ അവർ കറങ്ങിത്തിരിഞ്ഞ് വിഗ്രഹത്തിന്റെ ചുറ്റുമാണ് വീണ്ടും വന്നത്. അതുകൊണ്ട് ഇനി വിഗ്രഹത്തിന് ചുറ്റും നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡിലെത്താൻ പറ്റും. അങ്ങനെ അവർ വിഗ്രഹത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ പ്രാവശ്യം കറങ്ങുമ്പോഴും അവർ വിഗ്രഹത്തിൽ നിന്നും അകലേക്ക് പോവുകയായിരുന്നു. എന്നാൽ അവർ പോകുന്ന വഴിയിലെല്ലാം ഓരോ ക്രിമിനൽസ് ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അവരെല്ലാം ഇവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. മുത്തുവേലിനെയും മുനുസാമിയെയും അവർ കൊന്നുകളഞ്ഞു. ആനന്ദ് പീറ്ററിനെയും സ്റ്റീഫനെയും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ സമയം ക്രിമിനൽസ് വന്ന് ആനന്ദിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ സ്റ്റീഫൻ വന്ന് അവരെ തടയുന്നു. സ്റ്റീഫന്റെ കയ്യിൽ അതിലൊരാൾ കമ്പുകൊണ്ട് കുത്തി. ക്രിമിനൽസ് ഓടിപ്പോയി. പക്ഷെ സ്റ്റീഫന്റെ ശരീരത്തിൽ നിന്നും രക്തം മണ്ണിലേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു. ആനന്ദ് തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇനിയും രക്തം വീണ് കഴിഞ്ഞാൽ ഈ ലൂപ്പ് ഒന്നേന്ന് വീണ്ടും ആരംഭിക്കും. ഇവരെല്ലാം പല കാലഘട്ടങ്ങളിലേക്ക് വീണ്ടും പോകും. വീണ്ടും ഒരുമിച്ചെത്തണമെങ്കിൽ വീണ്ടും പല ലൂപ്പുകൾ കടന്നു വേണം വരാൻ. പക്ഷെ രക്തം വീഴുന്നത് തടയാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞില്ല. ആകെ നിസ്സഹായനായി അവൻ ചെവി പൊത്തി നിൽക്കുകയായിരുന്നു. അടുത്ത ലൂപ്പ് സംഭവിക്കാൻ പോവുകയാണ്. പക്ഷെ അവർ സംഭവിച്ച പോലെ ഒന്നും നടന്നില്ല. എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. സ്റ്റീഫന്റെ കയ്യിലെ മുറിവ് വെച്ച് കെട്ടിയ ശേഷം അവരെയും കൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അപ്പോൾ എവിടെ നിന്നും ഒരു കാക്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ആ ചാരൻ പറഞ്ഞ പ്രകാരം ആ കാടിനുള്ളിൽ കാക്കകളില്ല. അങ്ങനെയാണെങ്കിൽ റോഡിന്റെ സൈഡിലായിരിക്കും ആ കാക്ക ഉണ്ടാവുക. ഉറപ്പായിട്ട് ആ ശബ്ദം ലക്ഷ്യമാക്കി നടന്നു കഴിഞ്ഞാൽ അവർക്ക് റോഡിലെത്താം. കൂടെ ഒരു വണ്ടി വരുന്ന ഹോണടിയും ശബ്ദവും കേൾക്കുന്നുണ്ട്. കാക്കയുടെ ശബ്ദവും വണ്ടിയുടെ ശബ്ദവും ഒക്കെ കേട്ട ദിശയിലേക്ക് അവർ ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ റോഡിലെത്തി. ഇതുവഴി വന്ന ആ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് അയാളോട് ആനന്ദ് ഡേറ്റ് ചോദിക്കുന്നു. മെയ് 26, 1994 എന്ന് അയാൾ പറയുന്നു. അതോടെ ആനന്ദിന് മനസ്സിലായി താൻ ഇവരുടെ കൂടെ ഈ വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവൻ വന്നത് 2024 നിന്നാണ്. 94 പോയാൽ അവൻ ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്റ്റീഫനെയും പീറ്ററെയും മാത്രം വണ്ടിയിൽ കയറ്റി അവരെ പറഞ്ഞു വിട്ടിട്ട് ആനന്ദ് സ്റ്റീഫനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ന് ഓൾറെഡി ഞാൻ ജനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഈ നിൽക്കുന്ന എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല.
ഓർമ്മയില്ല. കാരണം സ്റ്റീഫന്റെയും അയാളുടെ ഭാര്യയുടെയും മകനായിട്ട് ആനന്ദ് ഓൾറെഡി ജനിച്ചു കഴിഞ്ഞു. ആനന്ദ് സ്റ്റീഫനെ ഇവിടുന്നും രക്ഷിച്ചു വിട്ട കാരണം കൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹത്തിൽ ഒരാനന്ദ് കൂടി അവിടെ വളരും. ഒരാനന്ദ് കൂടിയല്ല, ആ ആനന്ദ് വളരും. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടിട്ട് ഫ്യൂച്ചറിലെ ആനന്ദ് വീണ്ടും കാട്ടിലേക്ക് കടക്കുന്നു. അവന് സ്വന്തം കാലഘട്ടത്തിലേക്ക് പോകാൻ വേറെ വഴിയില്ല. അവൻ ഓരോന്ന് ആലോചിച്ച് തല പുകഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് തലയ്ക്ക് നേരെ പിടിക്കുന്നു. അതിനുശേഷം കേൾക്കുന്നത് ഒരു വെടിവെച്ചയാണ്. പിന്നീട് നമ്മൾ വീണ്ടും കാണുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഞെട്ടി ഉണരുന്ന ആനന്ദിനെയാണ്. തന്റെ ഭാര്യ നീതുവിന്റെ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അവിടെ. പക്ഷെ അവൻ ആ ലൂപ്പിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. അവൻ സ്റ്റീഫനെ രക്ഷിച്ചതും ലൂപ്പിനുള്ളിലേക്ക് തിരിച്ചു പോയതും സ്വയം വെടിവെച്ചതും എല്ലാം അവന് വീണ്ടും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് അവന്റെ അച്ഛനായ സ്റ്റീഫനും ഉണ്ടായിരുന്നു. 94 കാട്ടിൽ കാണാതായ തന്റെ അച്ഛനെ ആനന്ദ് രക്ഷിച്ചു. അയാളെ പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് ഇപ്പോൾ അവന്റെ കൂടെ അച്ഛനുമുണ്ട്. ജീവിത സാഹചര്യങ്ങളും മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവനുള്ള ഈ മെയ് 26, 2024 അവൻ ഒരു പെൺകുഞ്ഞും ജനിച്ചിരിക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആനന്ദ് വെറും CPO മാത്രമായിരുന്നു. CPO ആയിട്ടാണ് അവൻ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നത്. ആ സ്റ്റേഷനിലെ തന്നെ SI ആണ് അവനിപ്പോ. പക്ഷെ അയാൾ ജോയിൻ ചെയ്തിട്ടില്ല. അന്നത്തെ പോലെ തന്നെ SI ആയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. കോൺസ്റ്റബിൾസിന്റെ കൂടെ പോകുന്നതിന്റെ ഇടയ്ക്ക് അവൻ ചോദിക്കുന്നുണ്ട്, പെരുമല സ്റ്റേഷൻ ഇവിടെ അടുത്താണോ എന്ന്. കോൺസ്റ്റബിൾസിന്റെ കൂടെ പോകുന്നതിന് ഇടയ്ക്ക് അവൻ അവരോട് പറയുന്നുണ്ട് പെരുമല സ്റ്റേഷൻ SI ആയിട്ട് അവന്റെ അച്ഛൻ ജോലി ചെയ്തിട്ടുള്ള കാര്യം. അവന്റെ അച്ഛൻ സ്റ്റീഫൻ തമിഴനും അവന്റെ അമ്മ സേതുലക്ഷ്മി മലയാളിയുമാണ്. താൻ കൂടുതലും കേരളത്തിലാണ് വളർന്നതെന്നും അവൻ പറയുന്നു. അങ്ങനെ ഇവർ കാടിന് നടുക്കുള്ള വഴിയെ പോകുന്ന സമയത്ത് സ്റ്റേഷനിലെ അശോകന്റെ വണ്ടി കേടായിട്ടിരിക്കുന്നവർ കാണുന്നു. ഇത് കണ്ട് അവർ ആ വണ്ടി അവിടെ നിർത്തി. പക്ഷെ അശോകനെ പെട്ടെന്ന് മുമ്പിൽ കണ്ടതും ആനന്ദിന് ആ ലൂപ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മ വരുന്നു. ഇത് നമ്മുടെ പുതിയ SI ആണെന്ന് കോൺസ്റ്റബിൾ അശോകനോട് പറഞ്ഞതും സാർ വരുമെന്ന് എനിക്ക് മെയിൽ വന്നിരുന്നു, നേരത്തെ എത്തണമെന്ന് കരുതിയതാ, പക്ഷെ വണ്ടി പണി തന്നു എന്ന് അയാൾ പറയുന്നു. ആനന്ദ് ആകെ ഡിസ്റ്റർബ് ആയിരുന്നു. കാരണം ഇവർക്കൊന്നും ആ ലൂപ്പിൽ അകപ്പെട്ട കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ആനന്ദിന് പക്ഷെ ഇതെല്ലാം ഓർമ്മയുണ്ട്. കൂടാതെ ആ ചാരനായിട്ടുള്ള ആൾക്കും കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. ഒരു കോൺസ്റ്റബിളിനെ തന്റെ വണ്ടി നന്നാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് അശോകൻ ഇവരുടെ കൂടെ ജീപ്പിൽ കയറി. അങ്ങനെ അശോക് വീണ്ടും ആനന്ദിന്റെ അടുത്ത് കുശലാന്വേഷണങ്ങൾ ചോദിക്കുമ്പോൾ അയാൾക്ക് ഒരു അച്ഛനും അമ്മയും ഭാര്യയും ഉണ്ട്. ഇന്ന് ഒരു മകൾ കൂടി അയാൾക്ക് ജനിച്ചിട്ടുള്ള കാര്യം ആനന്ദ് അശോകനോട് പറയുന്നുണ്ട്. ഇത് കേട്ടതും കോൺസ്റ്റബിൾസ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ചെലവ് വേണമെന്ന്. ആനന്ദിന്റെ മനസ്സിലൂടെ ഈ കാര്യങ്ങളെല്ലാം കടന്നു പോവുകയാണ്. കാരണം തുടക്കത്തിലെ ഈ ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ വേറെ സിറ്റുവേഷനിലാണെന്ന് മാത്രം. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും അശോകന് റഷീദിന്റെ കോള് വരുന്നു. ഇവിടെ കുറച്ച് തമിഴ് പിള്ളേര് വന്നിട്ടുണ്ട്, വീഡിയോ എടുക്കലോ എന്തോ പരിപാടിയാണ്. റജി അവരോട് വഴക്കുണ്ടാക്കി വട്ടം കയറി നിൽപ്പുണ്ട് എന്നും പറഞ്ഞാണ് ആ കോള് വന്നത്. ആനന്ദിന് ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഏകദേശം ധാരണ ഉണ്ടായിരുന്നു. കാരണം ഇതിലൂടെ അവൻ ഓൾറെഡി കടന്നു വന്നതാണ്. തുടക്കത്തിൽ അവൻ അവിടേക്ക് വരുന്ന സമയത്ത് ഒരു മാൻ ക്രോസിംഗിന്റെ ബോർഡും ഒരു മാനിനെയും കാണുന്നുണ്ട്. ഇതൊക്കെ അവനെ ആകെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവരുടെ വണ്ടി ഇടിച്ച് ആരോ വീഴുന്നു. ടെൻഷനോട് കൂടി ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നത് ഒരു പെൺകുട്ടിയാണ്. അതായത് നേരത്തെ ഫ്രണ്ട്സിന്റെ കൂടെ വേട്ടയ്ക്ക് വന്ന ഒരു പെൺകുട്ടിയില്ലേ, ഈ പെൺകുട്ടിയുടെ കൈകൊണ്ടാണ് റജി മരിച്ചത്. പക്ഷെ ഇപ്പോൾ ഈ പെൺകുട്ടി കാട്ടിൽ നിന്ന് ഓടി വന്ന് ഇവരുടെ വണ്ടി ഇടിച്ച് മുമ്പിൽ വീണ് കിടക്കുകയാണ്. ആനന്ദിന് മനസ്സിലായി താൻ ഇപ്പോഴും ആ ലൂപ്പിൽ തന്നെയാണ്. അവർ ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി വണ്ടിയിലേക്ക് എടുത്തു കയറ്റി. അശോകൻ ആനന്ദിനോട് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യും, അവളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ആരുടെയെങ്കിലും പേരുണ്ടാവും, അവരെ വിളിച്ച് കാര്യം പറഞ്ഞാൽ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊള്ളും. അങ്ങനെ അച്ഛന്റെയോ അമ്മയുടെയോ മറ്റു സുഹൃത്തുക്കളുടെയോ നമ്പർ എടുക്കാൻ വേണ്ടി ആനന്ദ് അവളുടെ ഫോൺ ഓണാക്കിയതും അതിനുണ്ടായിരുന്ന വാൾപേപ്പർ കണ്ട് ആനന്ദ് ഞെട്ടിപ്പോയി. കാരണം ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്നത് വയസ്സനായ ആനന്ദ് തന്നെയായിരുന്നു. പകുതി ബോധത്തിൽ ആ കുട്ടി ആനന്ദിനെ അച്ഛ എന്ന് വിളിക്കുന്നുമുണ്ട്. ആനന്ദിന് ജനിച്ച ആനന്ദിന്റെ മകൾ തന്നെയാണ് അവന്റെ മടിയിൽ കിടക്കുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുട്ടിയും കൂട്ടുകാരും ഈ കാട്ടിലേക്ക് വന്ന കാലഘട്ടം ഒരുപാട് ഫ്യൂച്ചറിലേക്ക് പോയിട്ടാണ്. ഫ്യൂച്ചറിൽ നിന്നാണ് ഈ കുട്ടി വന്നിരിക്കുന്നത്. കാരണം ആനന്ദിന്റെ മകൾ ജനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ടൈം ലൂപ്പിലൂടെ കാര്യങ്ങൾ ഓർമ്മയുള്ള ആനന്ദിന് തന്റെ മടിയിൽ കിടക്കുന്നത് തന്റെ മകളാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നു. പക്ഷെ ആ കുട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മടിയിൽ കിടന്ന് മരിക്കുന്നു. അവർ വണ്ടി സൈഡിലേക്ക് ഒതുക്കി. ആകെ ഡിസ്റ്റർബായ ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി വൈഫ് നീതുവിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. മകൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവളെ ഞാൻ ഉറക്കാൻ കിടത്തിയിരിക്കുകയാണ്, അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നീതു പറയുന്നത്. ആ സമയം കാടിന്റെ സൈഡിലായിട്ട് ഒരു വെള്ള കുതിരയുടെ മുകളിൽ ഒരാൾ ഇരിക്കുന്നു. ആ പോർച്ചുഗീസ് രാജാവ് ഗബ്രിയലിനെ പോലെയാണ് ആനന്ദിന് തോന്നുന്നത്. ആ ചാരനായിട്ടുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലൂപ്പും ഈ കാട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും എല്ലാം തന്നെ മാറണമെങ്കിൽ അന്ന് സംഭവിച്ച ആ കാര്യങ്ങളെല്ലാം നടക്കാതിരിക്കണം. അതായത് ആ ചാരൻ ഈ പോർച്ചുഗീസ് രാജാവിനോട് ഇവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാരുടെ കാര്യങ്ങളെല്ലാം ചെന്ന് പറഞ്ഞ് ഈ പ്രതിഷ്ഠ മോഷ്ടിക്കാൻ വരികയും അവിടെ വീണ്ടും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുകയും ടൈം ലൂപ്പ് തുടങ്ങുകയും എല്ലാം ചെയ്ത കാര്യങ്ങൾ നടക്കാതിരിക്കണം. അങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ ഈ ചാരൻ ഗോത്രവർഗ്ഗക്കാരെ കുറിച്ച് പോർച്ചുഗീസ് രാജാവിന്റെ അടുത്ത് പറയുന്നത് തടയണം. ഈ പോർച്ചുഗീസ് രാജാവും ചാരനും ഒക്കെ ഈ കാടിനുള്ളിലുള്ള സ്ഥിതിക്ക് ഒരുപാട് കാലഘട്ടങ്ങളിലുള്ള ആൾക്കാര് ഇപ്പോഴും അതിനുള്ളിൽ കുടുങ്ങി കിടപ്പുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം.
വർഷങ്ങൾക്ക് മുമ്പുള്ള ഗോത്രവർഗ്ഗക്കാരെ ഉപദ്രവിച്ച രാജാവിന്റെ കാലഘട്ടത്തിലുള്ളവർ അതിൽ ഒരാളാണ് ഈ ചാരൻ. പിന്നീട് 1960-ൽ ഭർത്താവിനെയും കാമുകയും കൊന്നു തള്ളാൻ വേണ്ടി വന്ന മദാമ, അവരുടെ ഭർത്താവ് ജെയിംസ്, പിന്നെ 94-ൽ കാട്ടിലേക്ക് ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടി വന്ന പോലീസുകാര്, ആ ക്രിമിനൽസ്, ഏകദേശം ആ സമയത്ത് ഓടി വന്ന റെജിയും റെജിയുടെ സഹോദരിയും, 2024 ഈ കാട്ടിലേക്ക് കയറിയ ആനന്ദ്, ഫ്യൂച്ചറിൽ നിന്ന് വന്ന ആനന്ദിന്റെ മകളും, അങ്ങനെ ഏകദേശം ഒരു 5 കാലഘട്ടത്തിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഈ ലൂപ്പിൽ പെട്ടുകിടപ്പുണ്ട്. ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു കടക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അന്ന് ചാരൻ പറഞ്ഞ പോലെ പണ്ട് സംഭവിച്ച ആ കാര്യം നടക്കാതിരിക്കണം. അങ്ങനെ ഈ സിനിമ അവസാനിച്ചു. നിങ്ങൾ ഡൗട്ടുകളൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം. എന്റെ ഡൗട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. എത്ര പേരുടെ കിളി പോയി? കിളി പോയവരൊക്കെ കമന്റ് ചെയ്യുക. എന്റെയും കിളി പോയിരിക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പോ 2 പേരും കൂടെ ഈ ടൈം ലൂപ്പിന്റെ അകത്ത് പെട്ടു. ഒന്ന് ഞാനും പിന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ. അപ്പൊ നമുക്കൊക്കെ ഈ ടൈം ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ആ ചാരൻ പറഞ്ഞ പോലെ മറ്റേ പോർച്ചുഗീസുകാരനെ തട്ടണം, അതല്ലെങ്കിൽ ഈ ചാരനെ തട്ടണം. ചാരനെ തട്ടിയാലും ഒരുപക്ഷെ ഇത് നടക്കില്ലായിരിക്കും. എന്ത് തന്നെ ആയാലും ഈ അധ്യായം 2 ഇറങ്ങിയാൽ മാത്രമാണ് ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഇതിന്റെ അകത്ത് കുറച്ച് ചോദ്യങ്ങളുണ്ട്, കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. എല്ലാം ഒന്നും മാറിയിട്ടില്ല. പിന്നെ കുറെയൊക്കെ നമുക്ക് അതായിരിക്കാം ഇതായിരിക്കാം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ. കാരണം റെജിയുടെ ഒരു കാര്യം, റെജിയുടെ അനീതി, അതെന്നെ കൺഫ്യൂഷനാണ്. പിന്നെ റെജി മരിക്കുന്ന ബോഡി തന്നെ വീണ്ടും റെജി കാണുന്നു. മറ്റേ സിനിമയില് മോഹൻലാൽ പറയുന്നത് ഇതെന്തടേ 2 കോയെ എന്ന് പറയുന്ന പോലെ ഇതിന്റെ അകത്ത് കുറെ കോയമാരുണ്ട്. അപ്പൊ ആ ഒരു കാര്യം. പിന്നെ ആ സായിപ്പിന്റെ കൂടെ കാണിക്കുമ്പോൾ പോലീസുകാരുടെ ചായയുള്ള ഒരാളെ ആ മദാമയുടെ കൂടെയും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആകെ കൺഫ്യൂഷനാണ്. പണ്ട് പോർച്ചുഗീസുകാർ വന്ന് ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉഗ്രകോപിയായി മാറിയ ആ മൂർത്തി കാലങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ശബ്ദം കേട്ടാലും രക്തം വീണാലും ടൈം ലൂപ്പുകൾ ഉണ്ടാകുന്നു. ഇതിൽ നിന്ന് ആർക്കും രക്ഷയില്ല. അതായത് ആ കാടിൽ നിന്ന് വെളിയിൽ കടന്നാൽ പോലും രക്ഷയില്ല. കാരണം നമ്മളെ ആദ്യം കാണിക്കുന്നത് ആനന്ദ് ആദ്യമായിട്ട് കാട്ടിലേക്ക് കയറിയതായിട്ടാണ്. എന്നാൽ ടൈം ലൂപ്പിലൂടെ കടന്നു പോകുമ്പോൾ ആനന്ദ് വീണ്ടും ആനന്ദിനെ കാണുന്നുണ്ട്. ഇവർ ആ കാട്ടിലേക്ക് കയറാതിരിക്കുന്ന സമയത്ത് റെജിയുടെ ബോഡി അവിടുന്ന് കിട്ടുന്നുണ്ട്. ടൈം ലൂപ്പിലേക്ക് കടന്ന് 2024 തന്നെ മുന്നോട്ട് ചെല്ലുമ്പോൾ 94-ൽ അശോകന്റെ ബോഡി, പോലീസുകാരൻ SI അശോകന്റെ ബോഡി കടന്ന് കിട്ടുന്നുണ്ട് 94-ൽ. അപ്പോൾ ഓൾറെഡി അവിടെ വന്ന ആളുകളെല്ലാം ആ ടൈം ലൂപ്പിൽ പെട്ടുകിടക്കുകയാണ്. കാരണം ഇവർക്ക് ഇവിടുന്ന് നേരത്തെ ഒരു ബോഡി കിട്ടിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇത് ഈ കാട്ടിൽ കയറിയത് കൊണ്ട് തന്നെ ഇവർ ഈ ടൈം ലൂപ്പിലായി പെട്ടു. ഈ കാടിനുള്ളിൽ വെച്ച് മാത്രമാണ് ഇവർക്ക് ഈ മാറ്റങ്ങൾ മനസ്സിലാകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവർ ഇതിൽ നിന്ന് പുറത്ത് കടന്നാൽ പോലും ഇവർക്ക് ഈ ലൂപ്പിൽ നിന്ന് രക്ഷയില്ല. ഇവർ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ഈ ലൂപ്പിലേക്ക് വന്ന് പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരനെ തട്ടുക, അല്ലെങ്കിൽ ആ ചാരനെ തട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരെന്താണ് വഴി കണ്ടുപിടിക്കണമെന്ന് അധ്യായം 2 കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. ഒന്നെങ്കിൽ ഈ സിനിമ കാണാതിരിക്കുക, കണ്ട സ്ഥിതിക്ക് അത് മറന്നു കളയുക. വേറൊരു മാർഗ്ഗവും ഇല്ല. അപ്പോ വേറൊരു കഥയായിട്ട് ഞാൻ വീണ്ടും വരാം. ഗുഡ് ബൈ.